ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വരാൻ ഉള്ള കാരണം വേറൊന്നുമല്ല. ഡോക്ടർ റോബിൻ പറഞ്ഞു അഖിൽമാർ രാജ്യദ്രോഹിയാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ഇതാണ്. ഡോക്ടർ റോബിൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് യൂട്യൂബർമാർ പറഞ്ഞതാണ്. ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? കൂടുതലും നിങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മുടെ എല്ലാ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിൽ വരുന്നതാണ് അഖിൽമാർ രാജ്യദ്രോഹിയാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത്. ഡോക്ടർ റോബിൻ പറഞ്ഞത് നമ്മൾ രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അത് ശ്രദ്ധിച്ചൊക്കെ വേണം, അതിൻ്റെ വരും വരായികളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളതേക്കുറിച്ച് പറയണം എന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക്, ഡോക്ടർ റോബിൻ പറഞ്ഞ വാക്കുകളാണ്, അദ്ദേഹം പൊളിറ്റിക്സിലേക്ക്, അഖിൽമാർ പൊളിറ്റിക്സിലേക്ക് വരാൻ അതിനുള്ള സാഹചര്യമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. പിന്നെ രാജ്യത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വേണം പറയാൻ, അത് രാജ്യത്തിൻ്റെ അത് ബാധിക്കും. അതുകൊണ്ടാണ് എന്നാണ് ഡോക്ടർ റോബിൻ അത് പറയുമ്പോൾ പുള്ളി അത് ഓർക്കാതെ പറഞ്ഞതാണോ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് വളച്ചൊടിച്ചിട്ട് ഈ യൂട്യൂബർമാർ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ റോബിൻ പറഞ്ഞ അഖിൽമാർ രാജ്യദ്രോഹിയാണ്. ഒരു വ്യൂസിന് വേണ്ടി ഇമാതിരി തെണ്ടിത്തരവന്മാർ കാണിച്ചിരിക്കുന്നതായിരിക്കും. വെറുതെ ഇങ്ങനെയുള്ള ചാനലുകൾ നിങ്ങൾ കാണാൻ പോകരുത്. സത്യസന്ധമായ വാർത്ത കാണുന്ന ചാനലുകൾ നിങ്ങൾ കാണാവുള്ളൂ. ഈ യുവന്മാരുടെ ചാനലുകളൊക്കെ നിങ്ങൾ അൺഫ്രണ്ട് ചെയ്യുകയാണ്, അൺസബ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള വാർത്തകൾ അദ്ദേഹം ഈ ഡോക്ടർ റോബിൻ്റെ മെക്കട്ടത്ത് എന്തിനാണ് കയറുന്നത്? ഇന്നാളൊരു വാർത്ത ഞാൻ കണ്ട്, ഡോക്ടർ റോബിൻ്റെ ഫാൻസ് ഭയങ്കര സന്തോഷത്തിൽ അഖിൽമാരുടെ ജയിലിലേക്ക്. ഈ അഖിൽമാരോട് എന്തെങ്കിലും പറഞ്ഞതെങ്കിൽ അത് അഖിൽമാരോട്, ഈ ഡോക്ടർ റോബിൻ എന്തിനാണ് ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? അല്ലെ ഡോക്ടർ റോബിൻ്റെ ഫാൻസിന് എന്താണ് ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? പുള്ളി പറയാത്ത കാര്യങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് സത്യം പറഞ്ഞ് ഇവരുടെയൊക്കെ എതിരെ, ഈ ഡോക്ടർ പാവായതുകൊണ്ടാണ് ഇവരുടെയൊക്കെ എതിരെ കേസ് കൊടുക്കണം. ഇങ്ങനെയുള്ള കള്ളത്തര വാർത്ത വയ്ക്കുന്ന യൂട്യൂബർമാരുടെ പേര് എന്തിനാണ് ഇങ്ങനെ ഈ വ്യൂസിന് വേണ്ടി ഇങ്ങനെ ഈ മാറ്റി പറയുന്നത്? പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുക. ഈ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ആൾ ഏറ്റവും നല്ല ബിഗ് ബോസ് മത്സരത്തിൽ ഏറ്റവും നല്ല ഫാൻസ് ഉള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഇവന്മാർ, ഈ യൂട്യൂബർമാർ പുറകെ കടന്ന് വളരെ മോശകരമായി അദ്ദേഹത്തെ കുറിച്ച് വാർത്തകൾ സൃഷ്ടിക്കുക, അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പറയുക. ഇപ്പം എന്തെങ്കിലും വേറൊരു ആൾക്കാരുടെ യൂട്യൂബിൽ, ഈ ബിഗ് ബോസിലുള്ള ആൾക്കാർ അവരുടെ ആരെങ്കിലും പ്രശ്നമാണ്, ഡോക്ടർ റോബിൻ അതിൻ്റെ പിന്നിൽ. ഡോക്ടർ റോബിൻ എന്തിനാ? അദ്ദേഹം ഫാമിലിയായിട്ട് അദ്ദേഹം കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, അദ്ദേഹത്തിൻ്റെ വൈഫ് ആയിട്ട് ഡിവോഴ്സ് ആയിരുന്നു. അത് ഞാൻ വാർത്ത ചെയ്തായിരുന്നു, അതിൻ്റെ സത്യാവസ്ഥ എന്നത്. എന്നിട്ട് ആളുകളെല്ലാം നമ്മളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള ചാനലുകൾ നിങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ ഈ കള്ള വാർത്തകൾ വായിക്കുക, ഇങ്ങനെയുള്ള ചാനൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയുള്ള ചാനലുകളെല്ലാം നിങ്ങൾ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. എന്തിനാണ് ഇങ്ങനെയുള്ള ചാനലുകൾ? ഡോക്ടർ റോബിനെ തീർച്ചയായും ഈ ചാനലുകൾക്കെതിരെ ആക്ഷൻ എടുക്കണം, അങ്ങോട്ട് കേസ് കൊടുക്കണം. ഈ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുക, അതൊക്കെ വളരെ മോശകരമായ അല്ല. ഇവന്മാരൊക്കെ എല്ലാം പിച്ചത്തേട്ടി എടുത്ത് ജീവിച്ചൂടെ? അല്ല, എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഇങ്ങനെ ഈ മറ്റുള്ളവരെ, ഒരു മനുഷ്യനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഓരോരുത്തർ വിശ്വസിക്കും. ഇപ്പം അഖിൽമാരാണ് അങ്ങനെ ചെയ്തതിന് ഡോക്ടർ റോബിനെ പറഞ്ഞ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ആൾക്കാർ പല ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നത് വെറുതെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ വേണ്ടാത്ത വാർത്തകളൊക്കെ എന്തിനാണ് ഈ യൂട്യൂബർകാർ ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രോ ഞാൻ സത്യസന്ധമായ വീഡിയോ ഉള്ളൂ, എൻ്റെ വീഡിയോ എല്ലാം നോക്കുമ്പോൾ അറിയാം സത്യസന്ധമായ വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനെ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. വെറുതെ എന്തിനാണ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വ്യൂസും റീച്ചും എല്ലാം കിട്ടും. പക്ഷെ അത് വേണ്ട. എന്തിനാണ് സത്യസന്ധമായ ഒരു വ്യക്തിനെ ഇത് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തെ ബാധിക്കല്ലേ, അവർക്ക് ഭാവിയെ ബാധിക്കുന്നില്ല. ഇവരുടെയൊക്കെയാണ് തിരിച്ച് ഡോക്ടർ റോബിൻ ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക് സഹിക്കുമോ? പാവ മനുഷ്യനെ വെറുതെ വിടുക. ബിഗ് ബോസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം സുഖമായിട്ട് ഭാരതിയായിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടറായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന് കടക്കപ്പുറതിയില്ല. വെറുതെ ഓരോന്ന് എന്ത് കേസുണ്ടായാലും ഡോക്ടർ റോബിനെ വലിച്ചഴിക്കുകയാണ്. ഇവനൊക്കെ എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ ഡോക്ടർ പാവമാണ്, അദ്ദേഹം പ്രതികരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണം കേട്ടോ.
അപ്പോൾ ബൈ.